ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം. 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇതുവരെ ആക്രമണത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് സ്കൂളിൽ അഭയം തേടിയിരിക്കുന്നവർക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ പ്രവർത്തിക്കുകയായിരുന്നു. അതേസമയം ഇവിടെയുള്ള ആളുകൾ നിസ്കരിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. മരണനിരക്ക് ഇനിയും ഉയരുമെന്നാണ് ഗാസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ കമാൻഡ് സെന്ററിനെതിരെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഹമാസ് തീവ്രവാദികളും കമാൻഡർമാരും ഒളിച്ചിരിക്കുന്ന കേന്ദ്രത്തിനെതിരെ വ്യോമസേന ആക്രമണം നടത്തുകയായിരുന്നു എന്നും ഇസ്രായേൽ അറിയിച്ചു. അൽ തബായിൻ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ കമാൻഡ് സെന്ററാണിത്. ദരാജത്തുള്ള പള്ളിക്കടുത്തുള്ള ഇത് സ്ഥിതി ചെയ്യുന്നതാണെന്നും സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിന് മുമ്പ് ആളപായം ഒഴിവാക്കുന്നതിനായി വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഏരിയൽ സർവൈലൻസ്, ഇന്റലിജൻസ് വിവരങ്ങൾ, കൃത്യമായ സ്ഥലത്ത് ആക്രമണം നടത്തുന്ന ആയുധങ്ങൾ എന്നിവ സജ്ജീകരിക്കുകയായിരുന്നെന്നും സൈന്യം പറഞ്ഞു. അതേസമയം ഇസ്രായേലിന്റെ ഈ ആക്രമണം നിലവിലുള്ള സംഘർഷത്തെ രൂക്ഷമാക്കുമെന്ന് ഗാസയിലെ ഭരണകേന്ദ്രം അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. ഗാസ സിറ്റിയിൽ അഭയകേന്ദ്രമായി പ്രവർത്തിച്ച 2 സ്കൂളുകൾക്ക് നേരെയും ഓഗസ്റ്റ് 4-ന് ആക്രമണം ഉണ്ടായിരുന്നു. 30 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിലെ തന്നെ ഹമാസ് സ്കൂളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 17 പേരും കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളെ അടക്കം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അവർ അടുത്തയാഴ്ച ചർച്ച പുനരാരംഭിക്കാമെന്നും സമ്മതിച്ചിരുന്നു. അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഇത്. യുദ്ധം മിഡിൽ ഈസ്റ്റിലാകെ വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിക്കുന്നു. രാഷ്ട്രീയ നേട്ടത്തിനാണ് സൈന്യം നെതന്യാഹുവിനെ ഇത്ര നീട്ടിക്കൊണ്ടുപോകുന്നതെന്നും ഇസ്രായേലിലെ അദ്ദേഹത്തിന്റെ വിമർശകനും പറയുന്നു. അതേസമയം ഖാൻ യൂനിസിലാണ് ഇപ്പോൾ നിരീക്ഷണവും സൈനിക പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്ന് വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു. ഇസ്രായേൽ സൈന്യം ഏപ്രിൽ ഇവിടെ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണെന്നാണ് വ്യക്തമാക്കുന്നത്.